എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർ സി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഞാൻ ഈ പൂക്കളം നിങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പെൻസുട പൊള്ളി വിരിഞ്ഞതിന് ശേഷം നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാമെന്ന്. എങ്ങനെയുണ്ട് ഈ ഫ്ലവർ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരു തണ്ടേൻ തന്നെ 2 സ്പൈക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുമല്ലോ, നമ്മൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനുള്ള റിസൾട്ട് തരും. ഇതിവിടെ ഈ 2 പേര് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ. സാധാരണ അടിയിൽ നിന്നല്ലേ ഫ്ലവർ വിരിഞ്ഞു വരുന്നത്. ഇത് ഇടയ്ക്കുന്നൊക്കെയാണ്. ചില മാജിക്കുകളൊക്കെ കൂടെ നടക്കാറുണ്ട് കേട്ടോ. ഇതെന്താണെന്നൊരു പിടിയില്ല. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന ഒരു അത്യാവശ്യമായിട്ട് അതിൻ്റെ കൂടെ വളർത്തേണ്ട ഒരു പ്ലാന്റാണ് കറ്റാർവാഴ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓർക്കിഡിന് ഏറ്റവും വലിയൊരു ഔഷധമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. കറ്റാർവാഴ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് വളരും. അത് ഗ്രോത്തിനുള്ള ഏറ്റവും നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മുടെ കറ്റാർവാഴ. അത് ഓർക്കിഡിന് നല്ല കേട്ടോ, എല്ലാ പ്ലാന്റിനും വളരെ നല്ലതാണ്. ഷെല്ല് പറഞ്ഞേക്കാൻ കറ്റാർവാഴ വളരുന്നില്ല, വേറെ തൈ പൊട്ടുന്നില്ല, അതെന്താണ് അങ്ങനെയെന്ന്. അപ്പം നമുക്ക് ഇന്നു മുതൽ ഒരു കറ്റാർവാഴ വളർത്തി തുടങ്ങാം. ഈ കറ്റാർവാഴ വളർത്തുന്നതൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ. ഇച്ചിരി ഒന്ന് കെയർ കൊടുത്താൽ നമുക്ക് അത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഇന്നാളെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന കറ്റാർവാഴ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഫ്ലവറുകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ. എത്ര നമ്മൾ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ ഫ്ലവർ കണ്ടാലും നമുക്കത് മതിയാവില്ല. അപ്പം ഇതിന് കറ്റാർവാഴ വളർത്തുന്നതിന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഈസി ആയിട്ട് ഏത് പ്ലാന്റും വളർത്തിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വളരെ ബുദ്ധിമുട്ടാണ് ഓർക്കിഡ് വളർന്നു കിട്ടാൻ. ആ ഓർക്കിഡ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നവർക്ക് എന്തുകൊണ്ട് മറ്റുള്ള പ്ലാന്റുകൾ വളർത്തിക്കൂടാ? ഒരു പാടുമില്ല. നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ നിങ്ങളെ ഓരോ ഫ്ലവർ കാണിക്കുന്ന ഓരോ സെക്ഷനായിട്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് 2-3 ഭാഗത്തായിട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചില വീഡിയോകളിൽ എല്ലാ ഫ്ലവറും കാണിക്കാൻ പറ്റാത്തത്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള കറ്റാർവാഴ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. അപ്പം ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ നിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ ഒരെണ്ണം എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ താമരയുണ്ട് നമുക്കെന്ന്. അപ്പം താമര വളർത്തുന്ന ഒരു ഇതിൽ പോട്ട് നമ്മുടെ ബേസണിലേക്ക് വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ചെടിയില്ല, ഇതിനകത്ത് ചെടി പോയി. വെള്ളം വെറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു, വേറെ ചെടി എടുത്ത് പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ മനസ്സിലായി അതിൻ്റെ ആ പോട്ട് പൊട്ടിപ്പോയെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു അതിലേക്ക് കറ്റാർവാഴ നടാൻ നിർത്തി. ഇന്നലെ ഞാനൊരു കറ്റാർവാഴ എടുത്ത് അതിൽ നട്ടു. അപ്പോൾ ഓർത്തു നിങ്ങളെയും കൂടെ കാണിക്കാം. ഇതെല്ലാവർക്കും ആവശ്യമുള്ളത്. ഓർക്കിഡ് വളർത്തുന്നവർ ഒരിക്കലും ഇത് വേണ്ടാന്ന് വെക്കുന്ന ഒരു സാധനമല്ല കറ്റാർവാഴ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഒന്നിച്ച് ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഇതിൽ ഈ ഒരു ട്യൂബർ ഒരാൾ ചോദിച്ചിരുന്നു. ഇത് 3 വെറൈറ്റിയുടെ ട്യൂബറാണ്. ഇത് കൊടുക്കാനായിട്ട് ഇന്നലെ താമരയുടെ ഇടയിലേക്ക് ചെന്നപ്പോഴത്തേനാണ് ആ ഒരു പോട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അപ്പം വെറുതെ നമ്മളത് കണ്ടല്ലോ, പോട്ട് പൊട്ടിയുമ്പോൾ നമുക്കത് ദൂരെ കളയാൻ പറ്റില്ല. നമ്മൾ അതിനെ അടുത്ത രീതിയിലേക്ക് ഉപയോഗിക്കുകയാണ്. നമ്മുടെ ടവറയിലാണ് കേട്ടോ. ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന കറ്റാർവാഴ. ഇതിനകത്ത് ഇപ്പം ഞാൻ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ്. ഇപ്പം ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, എല്ലാവരും പറയും അടിയിൽ അതിന് അടിവെള്ളം കൊടുത്തിട്ട് കറ്റാർവാഴ വെക്കാവുള്ളൂ എന്ന്. ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. ഇത് നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണ് എടുത്ത് ഇതിനകത്ത് ഇടുക. നല്ല ഇളക്കം വേണം മണ്ണിന്. എന്നിട്ട് കറ്റാർവാഴ നമ്മളിതിൻ്റെ നടുക്കായിട്ട് നട്ടു കൊടുക്കുക. ഈ ഇത്രയും വലിയ പോട്ടാകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും പോട്ട് മാറ്റി കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് നമ്മുടെ ഈ പോട്ട് നിറഞ്ഞു വരും. ചെറിയ പോട്ടൊക്കെയാണ് അന്നേരം നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ നട്ട് വളർത്തിയതിന് ശേഷം ഒന്നും വെള്ളം കൊടുക്കേണ്ട. ഒരു 1.5 ദിവസം, ഇന്ന് കൊടുത്താൽ നാളെ കൊടുക്കുന്നത് മറ്റന്നാൾ വെള്ളം കൊടുത്താൽ മതി. അങ്ങനെ ഒരാഴ്ച ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന് വേരൊക്കെ ഒന്ന് പിടിക്കും.
അതിനുശേഷം വേണം നമ്മളിതിന് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാൻ. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഒരു കറ്റാർവാഴ വെച്ച് നോക്കുക. നമുക്കും ഒരു കറ്റാർവാഴ വളർത്തിയെടുക്കാം നമ്മുടെ വീട്ടിൽ. നമ്മുടെ ഓർക്കിഡിന് അത്യാവശ്യമാണ് ഈ കറ്റാർവാഴ. അതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കൂടെ കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.